അള്ളാഹുവിന്റെ വിരുന്നുകാരായി അതിഥികളായി പരിശുദ്ധമായ ഹറമുകളിലെ ലക്ഷക്കണക്കിന് ഹാജിമാർ വന്നെത്തുകയും മിനാ താഴ്വാരത്തിൽ തമ്പടിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സമയം അള്ളാഹുവിന്റെ വിരുന്നുകാരായി വന്നവരാണവർ, ക്ഷണിച്ചിട്ട് വന്നവരാണവർ, ക്ഷണിക്കാതെ വന്നവരല്ല. ആരാണ് ക്ഷണിച്ചത്? ആരാണ് വിളിച്ചത്? ആരെയാണ് വിളിച്ചത്? എപ്പോഴാണ് വിളിച്ചത്? അള്ളാഹുവിന്റെ വിരുന്നുകാരായി അള്ളാഹു തആല ക്ഷണിച്ചത് ആരെ കൊണ്ടാണ്? മഹാനരായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ്, ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ലമ്മാ ഫറഗ ഇബ്രാഹിം അലൈഹിസ്സലാം മിൻ ബിനാഇൽ ബൈത്ത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ നബിയുല്ലാഹി ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും പുനർനിർമ്മിച്ചു. രണ്ടാളും പുനർനിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആ രണ്ട് ആളുകളുടെ അടുത്തേക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞു വിടുകയാണ്. കഅബാലയം പുനർനിർമ്മിച്ചു. കഅബാലയം പുനർനിർമ്മിച്ചു. ശേഷം പുനർനിർമ്മിച്ച ആളുകളുടെ അടുത്തേക്ക്, രണ്ട് പ്രവാചകന്മാരുടെ അടുത്തേക്ക് അല്ലാഹു മുഖറബായ മലക്കിനെ പറഞ്ഞു വിടുകയാ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഓ ഖലീലുല്ലാഹേ, അല്ലാഹു നിങ്ങളോടൊരു പ്രത്യേകം ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അദ്ദിൻ ഫിന്നാസി, ജനങ്ങളെ ഈ വിശുദ്ധമായ ഹറമുകൊള്ളെ അള്ളാഹുവിന്റെ കഅബം കൊള്ളെ ഹജ്ജിന് വരാൻ ജനങ്ങളെ ക്ഷണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല. ഓ പ്രവാചകരെ, നിങ്ങൾ ജനങ്ങളെ ഹജ്ജിനായി വിളിക്കുക. നിങ്ങൾ കഅബ പുനർനിർമ്മിച്ചല്ലോ, ഇനി ജനങ്ങളെ നിങ്ങൾ ഹജ്ജിനായി വിളിക്കുക. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊള്ളവരാൻ ജനങ്ങളോട് നിങ്ങൾ പറയുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. കാൽനടക്കാരായും മലമ്പാതകൾ താണ്ടിയും മലഞ്ചെരുവുകൾ താണ്ടിയും മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ പുറത്ത് വാഹനമായി കയറിയും അവർ പരിശുദ്ധമായ ഹറമുകൊള്ള വരുന്നതാണ് നബിയെ. അതുകൊണ്ട് നിങ്ങള് ജനങ്ങളെ ഹജ്ജിലേക്ക് ക്ഷണിക്കുക. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് തിരികെ ചോദിച്ചു, യാ റബ്ബി വമാ യബ്ലുഗു സൗതി, ഓ പടച്ച തമ്പുരാനെ, ഞാനൊരു ചെറിയ മനുഷ്യനല്ലയോ? ഈ ചെറിയ മനുഷ്യനായ ഞാൻ എന്റെ ചെറിയ ശബ്ദം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ നോക്കിയിട്ട് ഹജ്ജിന് വായോ എന്ന് വിളംബരം ചെയ്താൽ എത്ര ആളുകളാണത് കേൾക്കുക? അല്ലാ, എത്ര ആളുകളെ എനിക്ക് കേൾപ്പിക്കാൻ പറ്റും പടച്ചോനെ എന്ന് അള്ളാന്റെ ഖലീൽ ചോദിക്കുമ്പോൾ അല്ലാഹു തിരികെ മറുപടി പറഞ്ഞു, അദ്ദിൻ വഅലയ്യൽ ഇബ്ലാഗ്. അദ്ദിൻ, വിളിക്കാനല്ലേ പറഞ്ഞോളൂ, വിളംബരം ചെയ്യാനല്ലേ പറഞ്ഞോളൂ. വഅലയ്യൽ ഇബ്ലാഗ്, കേൾപ്പിക്കുന്നത് ഞാനല്ലേ, നിങ്ങളോട് വിളിക്കാനല്ലേ പറഞ്ഞോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാര്യത്തിന്റെ ഗൗരവം അപ്പോഴാ മനസ്സിലായത്.
നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ നമ്രൂദിന്റെ തീയ്ക്ക് കഴിഞ്ഞില്ല. കാരണം തീയ്ക്ക് കരിക്കാനുള്ള ശക്തി കൊടുക്കുന്നതാരാ? അല്ലാഹു ആകുന്നു. തീയോട് പറഞ്ഞു, എന്റെ ഇബ്രാഹിമിനെ തൊട്ടുപോകരുത്. കേൾക്കൂ നിങ്ങൾ ഒന്നുകൂടെ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി അറുക്കാൻ മൂർച്ചേറിയ കത്തി വെച്ചു, അറുത്തു. അതിശക്തമായി അറുത്തു. മുറിഞ്ഞോ? കഴുത്ത് മുറിഞ്ഞോ? കത്തിക്ക് ഏത് വസ്തുവിനെയും മുറിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് അള്ളാഹുവാണ്. മുറിയണ്ട എന്നല്ല പറഞ്ഞാ പിന്നെ മുറിയൂല. ഇവിടെയും അല്ല പറഞ്ഞു അദ്ദിൻ, വിളംബരം ചെയ്യാനല്ലേ പറഞ്ഞോളൂ, വിളിക്കാനല്ലേ പറഞ്ഞോളൂ. വഅലയൽ ഇബ്ലാഗ്, കേൾപ്പിക്കുന്നത് ഞാനല്ലേ പ്രവാചകരെ, നിങ്ങൾ വിളിച്ചാ മതി, ഞാൻ കേൾപ്പിച്ചു കൊള്ളാം. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയോ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയോ ഞാൻ അത് കേൾപ്പിച്ചു കൊള്ളാം. ഫസഅദ ഇബ്രാഹിം ഖലീലുല്ലാഹ് ജബൽ അബീ ഖുബൈസ്, തൊട്ടടുത്തുള്ള ഏറ്റവും ഉയർന്ന പർവ്വതമായ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി കയറുകയാ. എന്നിട്ട് എത്രത്തോളം ശബ്ദമെടുക്കാമോ അത്രത്തോളം ശബ്ദത്തിൽ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഇന്നല്ലാഹ ഖദ് അമറകും ബിഹജ്ജി ഹാദൽ ബൈത്ത്, ഈ പരിശുദ്ധമായ ഹറം കൊള്ളേ, ഈ പരിശുദ്ധമായ അല്ലാഹുവിന്റെ കഅബം കൊള്ളേ, ലോകരെ നിങ്ങൾ ഹജ്ജിന് വരാൻ, നിങ്ങളോട് ഹജ്ജ് കൊണ്ട് വിളിച്ചു പറയാൻ, വിളംബരം ചെയ്യാൻ അല്ലാഹുവാകുന്ന പ്രപഞ്ചനാഥനാകുന്ന നിങ്ങളുടെ റബ്ബ് ഇതാ കൽപ്പിച്ചിരിക്കുന്നു. എന്തിനാൽ യുസീബകും ബിഹിൽ ജന്ന വയുജീറുകും മിൻ അദാബിന്നാർ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരാൻ, നിങ്ങളെ അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക. ഫഅജാബഹു മൻ കാന ഫീ അസ്ലാബിർ റിജാൽ വഅർഹാമിൻ നിസാ, കേവലം ഒരു മനുഷ്യനായ പ്രവാചകനായ ഇബ്രാഹിം നബി ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഹജ്ജിനായി ജനങ്ങളെ വിളിച്ചപ്പോ, ഓ ജനങ്ങളെ, നിങ്ങൾ ഹജ്ജിന് വരൂ, ഞാനും എന്റെ മകനും കൂടി ഇതാ കഅബം പുനർനിർമ്മിച്ചിട്ടുണ്ട്, വരിക വരിക എന്ന് വിളംബരം ചെയ്തപ്പോൾ ഫഅജാബഹു മൻ കാന ഫീ അസ്ലാബിർ റിജാൽ, അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ ആളുകളും കേട്ടു. അന്നു ജീവിച്ചിരുന്ന, ലോകത്തു ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരും അത് കേൾക്കുകയാണ്. എത്രത്തോളം ഫീ അസ്ലാബിർ റിജാലി വഅർഹാമിൻ നിസാ, വാപ്പമാരുടെ മുതുകുകളിൽ മാത്രം എത്തിയ, വാപ്പമാരുടെ മുതുക് വഴിയാണല്ലോ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു വന്നത്. വഫീ അർഹാമിൻ നിസാ, ഉമ്മമാരുടെ ഗർഭാശയത്തിലെത്തിയ ചോര പൈതലുകൾ വരെ ആ പ്രവാചകരെ വിളി കേൾക്കുകയാണ്. മറുപടി പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പടച്ചവനെ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ വിളികേട്ടു, എല്ലാരും വിളികേട്ടു. ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള മുഴുവൻ മനുഷ്യരും, ഉമ്മയുടെ ഗർഭാശയത്തിലുള്ളതും വാപ്പാടെ മുതുകിലുള്ളതും എല്ലാവരും ആ പ്രവാചകരെ വിളി കേട്ടു. ആ വിളിക്ക് ഉത്തരം ചെയ്തു. എങ്ങനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചവനെ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. എല്ലാരും ഉത്തരം ചെയ്തിട്ടില്ല. വിശ്വാസികളിൽ തന്നെ എല്ലാരും ഉത്തരം ചെയ്തിട്ടില്ല. ഉത്തരം ചെയ്തു കുറച്ച് ആളുകള്. ഇന്നജാബ മർറതൻ ഫമറ വ ഇന്നജാബ മർറതൈനി ഫമറതൈനി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഖലീലുള്ളാഹിന്റെ വിളി ഒരു തവണ കേട്ട് മറുപടി പറഞ്ഞവർ ഒരു തവണ പരിശുദ്ധമായ ഹജ്ജ് കൊള്ളയെത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇബ്രാഹിം നബി വിളിച്ചല്ലോ, ഹജ്ജിന് വായോ എന്ന് വിളംബരം ചെയ്തപ്പോ ആ വിളിക്ക് ഉത്തരം ചെയ്തു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക,
ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു റബ്ബേ എന്ന് ഒരു പ്രാവശ്യം മറുപടി പറഞ്ഞവർ ഒരു തവണ അല്ലാഹുവിന്റെ ഹറമിലെത്തുമെന്ന് ഖാല റസൂലുള്ളാഹി വഇൻ അജാബ മറത്തൈൻ ഫമറത്തൈൻ. രണ്ട് പ്രാവശ്യം വിളി കേട്ടിട്ടുണ്ടോ? ഞാനിതാ വരുന്നു റബ്ബേ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് രണ്ട് തവണ ഇജാബത്ത് നൽകിയവർ രണ്ട് തവണ തന്നെ കഅബത്ത് എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി രണ്ടിൽ കൂടുതൽ തവണ വിളി കേട്ടവരാണ് എത്ര വിളി കേട്ടോ, എത്ര പ്രാവശ്യം മറുപടി കൊടുത്തോ അത്രയും തവണ അള്ളാഹുവിന്റെ ഹറമിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം റാസി തങ്ങളും ഇതുപോലെ തന്നെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അർഹമുർ റഹീമായ ജല്ല ജലാലായ അലീമായ റബ്ബേ, അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ കഅബാലയം കൊള്ള വന്ന് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, തവാഫ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്നേക്ക് 4000-ൽ ചുല്ലുവാനം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചത്. അള്ളാഹുവിന്റെ വിരുന്നുകാരായി ക്ഷണിച്ചതാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജിന് വരുന്നവരും ഉംറയ്ക്ക് വരുന്നവരുമെല്ലാം അള്ളാഹുവിന്റെ വിരുന്നുകാരാണെന്ന് ഖാല റസൂലുള്ളാഹി. ക്ഷണിച്ചിട്ട് വരുത്തിയ വിരുന്നുകാരെ മാന്യമായി അള്ളാഹു സൽക്കരിക്കും. ദഅഹും വഅജാബൂഹു ഐ ഇലാ ളിയാഫത്തിഹി. അള്ളാഹുവിന്റെ സൽക്കാരത്തിലേക്ക് അല്ലാഹു ക്ഷണിച്ചു കൊണ്ടുപോയവരാണ്. ക്ഷണിച്ചതാരാ? ഇബ്രാഹിം നബി. വിളി കേട്ടവരാ ചെല്ലുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവിന്റെ കഅബത്തിന്റെ ചുറ്റും ആ പരിശുദ്ധമായ ഹറമിലുണ്ടെങ്കിൽ അവരെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേട്ടവരാണ്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിളിക്കുക മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അവിടെ വരുന്ന, ഹജ്ജിന് വരുന്ന, എന്റെ വിളി കേട്ട് ഈ ഹറമിലെത്തുന്ന ആളുകൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും, ഇബ്രാഹിം നബിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി, മകൻ ഇസ്മായിൽ നബി, മറ്റൊരു മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ ഭാര്യ സാറാ ബീബി റളിയല്ലാഹു അൻഹാ. ഇബ്രാഹിം നബി അടിമ സ്ത്രീയായി വിവാഹം കഴിച്ച ഇസ്മായിൽ നബിയുടെ ഉമ്മ ബീബി ഹാജർ റളിയല്ലാഹു അൻഹാ. ഈ 5 ആളുകൾ ഹറമിലെത്തുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതനായ അൽ ഇമാം ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുസ്സലാം അസ്സഫൂരി, അവിടുത്തെ നുസ്ഹത്തുൽ മജാലിസ് ആണ് ഈ കിതാബ്. വളരെ മനോഹരമായി ഹജ്ജിന്റെ അധ്യായത്തിൽ മഹാനവറുകൾ മനോഹരമായ ചരിത്രങ്ങളും ഹദീസുകളും അതിന്റെ ഫളായിലുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ കിതാബിൽ നിന്ന് വായിച്ച് ഇൻഷാ അല്ലാഹ് പ്രസംഗം അവസാനിപ്പിക്കുകയാ. ഇന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പുനർനിർമ്മിച്ചു. ശേഷം ജനങ്ങളെ ഹജ്ജിനായി വിളിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി ഒരു ദുആ നടത്തി. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ മൻ ഹജ്ജ ഹാദൽ ബൈത മിൻ ശുയൂഖി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫശഫിഇനി ഫീഹി. പടച്ചവനെ, എന്റെ വിളി കേട്ടിട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽപ്പെട്ട പ്രാർത്ഥന നേരെ വരുന്നത് അവസാന നാളിലെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽപ്പെട്ട നമുക്കാണ്. അല്ലാഹുവേ, പടച്ചവനെ, വൻ ഹജ്ജ ഹാദൽ ബൈത മിൻ ശുയൂഖി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശഫിഇനി ഫീഹി. പടച്ചവനെ, മുഹമ്മദ് നബിയുടെ ആഖിർ സമാനിൽ വരുന്ന പ്രവാചകരായ മുഹമ്മദ് നബിയുടെ അനുയായികളിൽ നിന്നും നല്ല വാർദ്ധക്യമെത്തിയ വയസ്സന്മാരായ ആളുകള് ധാരാളം ഹജ്ജിന് വരും. കൂടുതലും വയസ്സ് ചെന്ന ആളുകളാണ് ഹജ്ജിന് വരുന്നത്. ആ വയസ്സ് ചെന്ന വാർദ്ധക്യമെത്തിയ ആളുകൾക്ക് വേണ്ടി ആ
അന്ന് അള്ളാന്റെ ഖലീൽ ദുആയിരുന്നു, പടച്ചവനെ വാർദ്ധക്യമെത്തിയ പടുവൃദ്ധരായ ആളുകള് നിന്റെ ഹറമുകളില് കഅബം കൊള്ളവരും ഹജ്ജിനായി ഉംറയ്ക്കായി റബ്ബേ, അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്ക് വേണ്ടി പരലോക വിചാരണയുടെ നാളില് ഫശഫിഇനി ഫീഹി, അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, അവർക്കൊന്ന് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ എനിക്ക് അനുവാദം തരണം, നീ എനിക്ക് അനുവാദം തരണമെന്ന് അല്ലാഹുവിന്റെ ഖലീൽ അന്ന് ദുആയിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. വയസ്സേന്ന ആളുകൾക്ക് തൊട്ടടുത്ത് വാപ്പാടെ ചാരം ഓരം ചേർന്ന് നിന്ന പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദുആയിരുന്നു, അല്ലാഹുമ്മ മൻ ഹജ്ജ ഹാദൽ ബൈത മിൻ ശബാബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫശഫിഇനി ഫീ. പടച്ചവനെ ആഖിർ സമാനിൽ വരുന്ന പ്രവാചകരായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട നല്ല യുവാക്കളുണ്ട്. ഇസ്മായിൽ നബി യുവാവാണ്, അതുകൊണ്ട് പറഞ്ഞു പടച്ചവനെ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിന്ന് ഹജ്ജിനും ഉംറയ്ക്കുമായി വരുന്ന നല്ല യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്ത് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം അല്ലാഹ് നീ എനിക്ക് തരണേ. മറ്റൊരു മകനായ ഇസ്ഹാഖ് നബി ദുആയിരുന്നു, അല്ലാഹുമ്മ മൻ ഹജ്ജ ഹാദൽ ബൈത മിൻ കുഹൂലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫശഫിഇനി ഫീ. മധ്യവയസ്കരായ കുറെ ആളുകളുണ്ടല്ലോ, കുഹൂല് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള മധ്യവയസ്കരായ ആളുകൾ ഹജ്ജിന് വരോ, അവർക്കും ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം നീ എനിക്ക് തരണേ അല്ലാ. മറ്റൊരു പ്രവാചകനും മകനുമായ ഇസ്ഹാഖ് നബി ദുആയിരുന്നു, മഹദിയായ സാറാ ഉമ്മ, ഇസ്ഹാഖ് നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ, ഇബ്രാഹിം നബിയുടെ പ്രഥമ ഭാര്യ ആ സാറാ ഉമ്മ ദുആയിരക്കുകയാണ്, അല്ലാഹുമ്മ മൻ ഹജ്ജ ആദൽ ബൈത മിൻ നിസാഇ ഉമ്മത്തി മുഹമ്മദിൻ ഫശഫിഇനി ഫീഹിന്ന. മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളിൽ സ്ത്രീവർഗത്തിൽപ്പെട്ടവർ ഹജ്ജ് ചെയ്യാൻ വന്നാൽ, ഉംറയ്ക്ക് വന്നാൽ ആ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം നീ എനിക്ക് തരണേ എന്ന് സയ്യിദത്തുനാ ബീബി സാറാ റളിയല്ലാഹു അൻഹാ. ഇനി ഒരു പ്രാർത്ഥന കൂടി വരാനുണ്ട്, അപ്പോഴേ ആ കുടുംബത്തിന്റെ മൊത്തം ദുആ പൂർണ്ണമാവുകയുള്ളൂ. അത് ആരാണ്? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ലോകത്തിന്റെ ഉമ്മ, അടിമ സ്ത്രീയായ കറുത്തവളായ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വന്ന ഇസ്മായിൽ നബി എന്ന പ്രവാചകരെ ഈ ലോകത്തിന് സമ്മാനിച്ച പ്രസവിച്ച മഹദിയായ ഹാജറുമ്മ അല്ലാഹുവിനോട് ദുആയിരുന്നു എന്ന് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അല്ലാഹുമ്മ മൻ ഹജ്ജ ഹാദൽ ബൈത മിൻ അർഖാഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫശഫിഇനി ഫീഹി. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ പാവപ്പെട്ട ആളുകളുണ്ട്, ഫഖീറന്മാരുണ്ട്, അടിമകളായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാരോ നിന്റെ ഹറമിലെത്തുന്നു, അവരെ മുഴുവനും വിചാരണയുടെ നാളില് ശുപാർശ ചെയ്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം എനിക്ക് തരണേ അല്ലാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം പഠിപ്പിക്കുന്നത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ഇമാം സഫൂരി തങ്ങൾ പറയുകയാണ്, ഫദാലിക അമറനാ ബിസ്സലാത്തി അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ബിതശഹുദി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് കൂടിയാകാം നിസ്കാരത്തിലെ അത്തഹിയാത്തില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെയും പേരിൽ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെ കൊണ്ടും അല്ലാഹു ദുആ ചെയ്യിപ്പിക്കുന്നത്, സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ ഇതോടൊപ്പം പറയുകയാണ്. നമ്മൾ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം
എന്തിനാ? പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്, നമുക്കെല്ലാവർക്കും വേണ്ടി ആ കുടുംബം മൊത്തം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഹറമിലെത്താൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കഅബത്തെ നാളെ മഅ്ശറയിലോ മലക്കുകൾ കൊണ്ടുവരുന്ന ഒരു കോലോ, അല്ലാഹുവിന്റെ കഅബത്തെ വിചാരണയുടെ നാളിൽ കഅബത്തെ കഅബമായി തന്നെ മലക്കുകൾ കൊണ്ടുവരുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ആരായി ഹദീസ് പറയുന്നത്? ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബഹ് തങ്ങളാണ്. എല്ലാ ദൈവീകമായ മുൻകാല ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുള്ള മഹാനാണ്. ആ വഹബ് ഇബ്നു മുനബ്ബഹ് തങ്ങൾ പറയുകയാണ്, മക്തൂബുൻ ബിത്തൗറാത്ത്, അല്ലാഹുവിന്റെ മറ്റൊരു വേദഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്തിൽ ഞാൻ വായിച്ചു, അന്നല്ലാഹ സുബ്ഹാനഹു വതആല യബ്അസു ഇലൽ കഅബതി 70000 മലകിൻ ബിസലാസിലിൻ മിൻ ദഹബി. മഅ്ശറയിൽ കഅബത്തിനെ കൊണ്ടുവരുന്ന കോലോ. നമ്മൾ കഅബ കണ്ടവരല്ലേ? അല്ലാഹു കാണാൻ ഭാഗ്യം നൽകട്ടെ, കണ്ടവർക്ക് ഇനിയും ഭാഗ്യം നൽകട്ടെ. ആ കഅബത്തിനെ അതുപോലെ തന്നെ അല്ലാഹു മഅ്ശറയിൽ ഹാജരാക്കുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഹാജരാക്കുന്ന കോലോ എന്തിനാ ഹാജരാക്കുന്നത്? അവിടെ ഹജ്ജിന് ഉംറയ്ക്ക് പോയ തവാഫ് ചെയ്തവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യാൻ, ദുആ ചെയ്ത് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അഷ്റഫുൽ ഖൽഖായ നബി തങ്ങൾ പറയുകയാണ്, 70000 മലക്കുകൾ സ്വർണത്തിന്റെ മനോഹരമായ ചങ്ങലകൾ കൊണ്ട് അല്ലാഹുവിന്റെ കഅബത്തെ ബന്ധിക്കും. 70000 മലക്കുകൾ വന്നിട്ട് സ്വർണത്തിന്റെ ചങ്ങല കൊണ്ട് കഅബത്തെ ബന്ധിക്കുകയാണ്. യഖൂദൂന ഇലൽ മഅ്ശർ, മഅ്ശറയുടെ കവാടത്തിൽ കൊണ്ടുവരോ. ഫയുനാദി മലക്, ഒരു മലക്ക് ആ സമയത്ത് കഅബത്തെ നോക്കിയിട്ടതാ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയോ, യാ കഅബത്തല്ലാഹ്, യാ കഅബത്തല്ലാഹ്, യാ കഅബത്തല്ലാഹ്. ഓ അല്ലാഹുവിന്റെ കഅബവേ, ഓ വടച്ച തമ്പുരാന്റെ പ്രഥമ ഭവനമേ, കോടാന കോടിക്കണക്കിന് വിശ്വാസികള് നിന്നെ തവാഫ് ചെയ്തുവെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബവേ, സീരീ, ഈ മഅ്ശറയുടെ മുറ്റത്ത് മുന്നോട്ട് നീ ഒന്ന് നടക്കുമോ? ഖാല റസൂലുള്ളാഹി. മഅ്ശറയുടെ കവാടത്തിൽ വന്നിട്ടുള്ളോ മലക്കുകൾ പറയാണ്, ഓ കഅബമേ, സീരി, നീ പൊയ്ക്കോ, മുന്നോട്ട് പൊയ്ക്കോ, നിന്നെ മുന്നോട്ട് പോകണം, നീ സഞ്ചരിക്കണോ, നീ നടക്കണോ? അപ്പോഴും കഅബം പറയും, ഇല്ല ഇല്ല, 2 ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഞാൻ മുന്നോട്ട് ചലിക്കൂല്ല. സിലി എന്നാ ചോദിച്ചോളൂ, ചോദിച്ചോളൂ, റബ്ബിനോട് ചോദിക്കാനുള്ളത് നീ ചോദിച്ചോളൂ. അപ്പോഴതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ആ മഅ്ശറയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റബ്ബ് ശഫിഇനി ഫീ ജിറാനി അല്ലദീന ദുഫിനു ഹൗലി മിനൽ മുഅ്മിനീൻ. പടച്ചവനെ, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊള്ളേ, വിശുദ്ധമായ ഹറമ് കൊള്ളേ, ധാരാളം മുഅ്മിനീങ്ങൾ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇവിടെ മരിച്ചിട്ടുണ്ട്, എന്റെ തിരുമുറ്റത്ത് മരിച്ചിട്ടുണ്ട്, ഞാനാകുന്ന കഅബത്തിന്റെ തിരുമുമ്പിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബേ, അതുകൊണ്ട് അല്ലാഹുവേ, അവരെ ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം നീ എനിക്ക് തരണം എന്ന് കഅബം അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോൾ അല്ലാഹു തിരിച്ചു മറുപടി പറയും, ഫഖദ് അഅതൈതുക സുഅലക, അവരെ നിനക്ക് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം. വീണ്ടും അതാ മലക്ക് വിളിക്കും, യാ കഅബത്തല്ലാഹ് സീരി, മുന്നോട്ട് പോകൂ കഅബമേ. അപ്പോഴും കഅബം പറയും, അപ്പോഴാണ് കഅബം അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കും, യാ റബ്ബ് ഇബാദുകൽ മുദ്നിബീന അല്ലദീന ജാഊനി മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. പടച്ചവനേ, നിന്നെ കൊള്ള ഹജ്ജിന് വന്ന പാപപ്പെട്ട ദോഷികളായ മുഅ്മിനീങ്ങളായ അടിമകളുണ്ട്. ആ അടിമകൾക്ക്, ആ മുഅ്മിനീങ്ങൾക്ക് മുഴുവനോ ശുപാർശ ചെയ്ത് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം നീ എനിക്ക് തരണം അല്ലാഹ്.
അധികാരം, അതിനുള്ള അധികാരവും അല്ലാഹു ജല്ല ജലാലു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ അതാ വിളിച്ചു പറയുകയാണ്, അലാ മൻ സാറൽ കഅബത ഫൽഇതസിൽ. അല്ലാഹുവിന്റെ കഅബം കണ്ടവരുണ്ടോ? മൈസറയില അല്ലാഹുവിന്റെ കഅബം കണ്ടവരുണ്ടോ? സിയാറത്ത് ചെയ്തവരുണ്ടോ? തവാഫ് ചെയ്തവരുണ്ടോ? നിങ്ങൾ മാറി നിൽക്കൂ. അങ്ങനെ കഅബത്ത് പോയവർ, ഉംറയ്ക്ക് പോയവർ, ഹജ്ജിന് പോയവർ, ഹൗലൽ കഅബത്തി ബൈളൽ വുജൂഹ്, നല്ല മുഖപ്രശോഭത്തോടെ കഅബത്തിന്റെ ഒരു ചാരത്തേക്ക് അവരങ്ങ് മാറി നിൽക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നിട്ട് മലക്ക് പിന്നെയും പറയും, യാ കഅബത്തല്ലാഹ്, നീ ഇവിടെ നിൽക്കേണ്ടതല്ല, നീ മഅ്ശറയുടെ മുറ്റത്ത് പോകേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. കഅബ മദാ പതുക്കെ അവിടുന്ന് അതാ മഅ്ശറയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കഅബ ആദ്യമായി കാണുന്ന ഒരു കൂട്ടം ആളുകളെ ആരെയെന്നറിയുമോ? ഫഅവ്വലു മൻ യുഅ്ശറു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളുടെ ഉമ്മത്തുകളെയുമാണ് അല്ലാഹു ആദ്യമായി മഅ്ശറയിൽ വിചാരണ ചെയ്യുക. ഖാല റസൂലുള്ളാഹി. അപ്പൊ ആദ്യം കണ്ടത് ഇവരെ തന്നെയാ. റസൂലുള്ളാഹിനെ ഇങ്ങനെ കാണുമ്പോ, മുഹമ്മദ് നബിയെ കാണുമ്പോൾ കഅബം വിളിക്കും, യാ മുഹമ്മദ്, യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, ഇസ്തഖിൽ ബിമൻ ല യസുറുനി. എന്നെ സന്ദർശിച്ചിട്ടില്ലാത്ത, എന്റെ അടുത്ത് വന്നിട്ടില്ലാത്ത, എന്റെ അടുത്ത് ഹജ്ജിന് വരാത്ത, ഉംറയ്ക്ക് വരാത്ത, ഒരു തവാഫ് പോലും ചെയ്തിട്ടില്ലാത്ത, എന്നെ ഒരു നോക്ക് കണ്ടിട്ടില്ലാത്ത ആളുകളുടെ കാര്യം നിങ്ങൾ ഏറ്റെടുത്തോ. നബിയുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരാത്ത, എന്റെ അടുത്ത് വന്നിട്ടില്ലാത്തവരുടെ കാര്യോ ആ ഉത്തരവാദിത്വം നബിയെ നിങ്ങൾ ഏറ്റെടുത്തോ. വഅമ്മാ മൻ സാറനി ഫഹുവ ഫീ ശഫാഅതി. എന്റെ അടുത്ത് വന്നവർ, എന്നെ കണ്ടവർ, ഹജ്ജിന് വന്നവർ, ഉംറയ്ക്ക് വന്നവർ, അവരെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു നബിയേ. ഇമാം സബൂരി തങ്ങൾ പറയുകയാണ്, വഖാല ഫീ കിതാബി ശറഫുൽ മുസ്തഫ. ശറഫുൽ മുസ്തഫ എന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ മഹാനവറുകൾ കണ്ടു, കഅബം റസൂലുള്ളാഹിനെ ഒന്നുകൂടെ വിളിക്കും, യാ നബിയല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ലാ തഹ്തമു ബിസലാസ. മൂന്ന് കൂട്ടം ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. ഫഇന്നി അശ്ഫഉ ലഹും. ആ മൂന്ന് കൂട്ടം ആളുകൾക്ക് ഞാൻ ശുപാർശ ചെയ്തോളാം, ഞാൻ ശഫാഅത്ത് ചെയ്തോളാം. ഒന്ന്, മൻ താഫ ബി, എന്നെ തവാഫ് ചെയ്തവർ. രണ്ട്, വമൻ ഖറജ വലം യബ്ലുഗ്നി, ഹജ്ജിനായി എന്റെ അടുത്ത് വന്നു പക്ഷേ വഴിയിൽ മരണപ്പെട്ടു പോയി, അവർക്കും ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ഒന്നെന്റെ അടുത്ത് വന്നവർ, മറ്റതെന്റെ അടുത്തേക്ക് വന്നു പക്ഷേ വഴിയിൽ അവർ മരണപ്പെട്ടു പോയി. മൂന്നാമതൊരു കൂട്ടരുണ്ട്, വമൻ ഇസ്തഹൽ വസൂല ഇലയ്യ വലം യജിദ് സബീല. ഹജ്ജിനും ഉംറയ്ക്കും വരാമെന്ന് വല്ലാതെ ആശിച്ചു, വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ സാമ്പത്തിക ചുറ്റുപാടുകൾ ഒത്തുകിട്ടാത്തതിനാലും ശാരീരികമായ പ്രയാസങ്ങൾ, രോഗസംബന്ധമായ വിഷമങ്ങൾ ഉള്ളതിനാലും നാട്ടിൽ തന്നെ ദുഃഖഭാരത്താൽ, സങ്കടത്താൽ കഴിയേണ്ടി വന്ന ആളുകൾ പക്ഷേ വല്ലാതെ മനസ്സുകൊണ്ട് അല്ലാഹുവിന്റെ കഅബത്തിലെത്താൻ വല്ലാതെ ആഗ്രഹിച്ചു പോയവരാണ്. അതുകൊണ്ട് നബിയേ, അങ്ങനെ എന്നെ കൊള്ള വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്റെ ശഫാഅത്ത് ഉണ്ട് നബിയേ. ആഗ്രഹം മനസ്സിൽ വെച്ചോളൂ, നല്ലതാണ്. അല്ലാഹുവിന്റെ ഹറമിലെത്തണം, അല്ലാഹുവിന്റെ കഅബത്തെത്തണം എന്ന വല്ലാത്ത മോഹം, ആശ ഖൽബിൽ വെച്ചോളൂ. എന്നാൽ തന്നെ അല്ലാഹുവിന്റെ കഅബത്തിന്റെ ശഫാഅത്ത് ആഖിറത്തിൽ ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അർഹമർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ കേട്ടതുപോലെ അല്ലാഹുവിന്റെ ഹറമിലെത്താൻ, വിശുദ്ധമായ കഅബം കൊള്ളച്ചെന്ന് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, തവാഫ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.